ആവർത്തിച്ചാവർത്തിച്ച് പഹൽഗാമിന് നമുക്ക് പിന്തുണ തരുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണ ഈ സന്ദർഭത്തിൽ ഒരാശ്വാസമാണ്, ഒരു പിന്തുണയെന്നുള്ള നിലയിൽ നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യവുമാണ്. പക്ഷേ സത്യസന്ധമായി അമേരിക്കൻ പിന്തുണയെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് ഇന്നത്തെ ലോകക്രമത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം അവരുടെ നിലപാടുകൾ ലാഭവും കച്ചവടവും മാത്രമാണ്. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വേറെ വിശാലമായ ലോക താൽപ്പര്യങ്ങളോ ആഗോള താൽപ്പര്യങ്ങളോ സമാധാനമോ സ്വസ്ഥതയോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വളർച്ച, അമേരിക്കൻ ജനതയുടെ പുരോഗതി എന്ന് പറയുന്ന ഒരൊറ്റ ഫോക്കസിലാണ് അമേരിക്ക നിൽക്കുന്നത്. മുൻകാലങ്ങളിലെ പോലെ ആഗോള വിശാലമായ കാഴ്ചപ്പാടുകളൊന്നും കച്ചവടക്കാരനായ ട്രംപിനില്ല. എന്ന് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യത്തെ പ്രതികരണം തന്നെ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് സ്വാഭാവികമായി ആ സാഹചര്യത്തിൽ വന്നതുമാണ്. നമുക്കറിയാവുന്നതുപോലെ പണ്ട് ഇന്ത്യയിൽ വന്ന് ഇവിടെ സന്ദർശിച്ച് ഇന്ത്യയോടെല്ലാം ഐക്യദാർഢ്യപ്പെട്ട് പിന്തുണയെല്ലാം പറഞ്ഞ് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ട് പിന്നീട് അദ്ദേഹം പോയത് പാകിസ്ഥാനിലേക്കാണ്. ഈ രണ്ട് ശക്തികൾക്കും ആയുധം വിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം തുടർന്നു പോകുന്ന രീതി. വേറെയുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ഒന്നും ഒരു മാർക്കറ്റ് എന്നുള്ളതിനപ്പുറം ഇന്ത്യക്ക് അമേരിക്ക തരാറില്ല. നമ്മുടെ പരമ്പരാഗതമായ വിശ്വസ്ത സുഹൃത്ത് പണ്ടൊക്കെ USSR ആയിരുന്നു, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കൂടി പിന്തുണയോടെയാണ് ഇന്ദിരാഗാന്ധിയൊക്കെ വരച്ച വരയിൽ ഈ പറയുന്ന പാകിസ്ഥാനെയും ബംഗ്ലാദേശ് മോചനവും ഒക്കെ സാധ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പറ എത്രത്തോളം വലിയ പറയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും തന്നെ നല്ല സംശയമുണ്ട്. ഒരുപക്ഷേ പാകിസ്ഥാനുമായുള്ള ഫൈറ്റിനിടയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കിയാലും കച്ചവട താൽപ്പര്യത്തിന് പാകിസ്ഥാൻ വഴങ്ങിക്കൊടുത്താൽ പിന്നെ കല്ലുവില പുല്ലുവില എന്നുള്ള രീതിയിൽ ഘടകം അറിയുന്നതിന് ട്രംപിന് യാതൊരു നീതിയുടെയും വിഷയമില്ല. അല്ലെങ്കിലും പുള്ളി ഈയിടെ സ്വീകരിക്കുന്ന ഒരു വിഷയങ്ങളും നീതിയല്ലല്ലോ, ലാഭമാണല്ലോ. അതുകൊണ്ട് അമേരിക്ക ഒപ്പമുണ്ടെന്ന് പറയുന്നത് അത് വലിയൊരൊപ്പമാണെന്ന് അങ്ങ് കരുതിക്കളയരുത് എന്നതാണ് പല അന്തർദേശീയ മാധ്യമങ്ങളും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യയോട് സൂചിപ്പിക്കുന്ന വിഷയം.